അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അതികായനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായിട്ടുള്ള US സെനറ്റർ ലിൻസെ ഗ്രഹാം അപ്രതീക്ഷിതമായി വിടവാങ്ങിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ടും സാമ്രാജ്യത്വ അജണ്ടകൾ കൊണ്ടും കുപ്രസിദ്ധനായിട്ടുള്ള ഈ 71കാരന്റെ മരണം കേവലം ഒരു അസുഖം മൂലമാണോ, അതോ അമേരിക്കൻ മണ്ണിൽ നടന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു വിദേശ കൊലപാതകമോ? ലിൻസെ ഗ്രഹാമിന്റെ മരണത്തിന് പിന്നിൽ റഷ്യയോ ഇറാനോ അതോ ഇസ്രയേലോ ആണെന്ന വലിയൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചയാകുന്നത്. ഗ്രഹാമിന്റെ മരണം ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന വാദങ്ങളാൽ സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ നിറയുകയാണ്. മരണത്തിന് തൊട്ടു മുൻപ് ഉക്രൈനിലെ ഒരു ഡ്രോൺ നിർമ്മാണ കേന്ദ്രം അദ്ദേഹം സന്ദർശിച്ചിരുന്നു. തൊട്ടു പിന്നാലെ റഷ്യ ആ കേന്ദ്രം തകർത്തു. അന്ന് രാത്രിയാണ് ഗ്രഹാമിന്റെ പെട്ടെന്നുള്ള മരണവും സ്ഥിരീകരിക്കുന്നത്. ഇത് റഷ്യൻ ഏജൻസികളുടെ സർജിക്കൽ സ്ട്രൈക്ക് ആണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ നേതാക്കളെ വിദേശ രാജ്യത്ത് വെച്ച് അതിവിദഗ്ധമായി വിഷം ശരീരത്തിലേക്ക് കടത്തി കൊല്ലുന്നതിൽ അഗ്രഗണ്യരാണ് റഷ്യ എന്നും അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ റഷ്യ ആകാനേ തരമുള്ളൂ എന്നുമാണ് ഒരു കൂട്ടരുടെ വാദം. മറുവശത്ത് ഇറാനാണ് ഉക്രൈനിൽ വെച്ച് ലിൻസെ ഗ്രഹാമിന്റെ ശരീരത്തിലേക്ക് വിഷം കടത്തിവിട്ടത് എന്നൊരു വാദവും ഇറാനുള്ളിൽ പരക്കുന്നുണ്ട്. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ജനങ്ങൾ ഉയർത്തിക്കാട്ടിയ തട്ടിക്കളയേണ്ട അമേരിക്കൻ നേതാക്കളുടെ ഫോട്ടോകളിൽ ഗ്രഹാമിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രഹാമിന്റെ മരണം ഇറാനിയൻ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് ഇസ്രയേലിൻ്റെത്. ഇറാനുമായി സമ്പൂർണ്ണ യുദ്ധത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കാൻ ഇസ്രയേലിന്റെ മൊസാദ് ചെയ്ത ആസൂത്രിത കൊലപാതകമാണ് ഇത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഹൃദയത്തിലെ പ്രധാന രക്തക്കുഴലിലുണ്ടായ വിള്ളൽ അഥവാ അയോർട്ടിക് ഡിസെക്ഷൻ ആണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ ജനത ആ ഔദ്യോഗിക വിശദീകരണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. വാഷിംഗ്ടണിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ നയ തന്ത്രജ്ഞനായിരുന്നു ലിൻസെ ഗ്രഹാം എന്ന് പറയുന്നത്. റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ കൊണ്ടുവരുന്നതിലും ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിന് വാദിക്കുന്നതിലും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഇതിനെല്ലാം പുറമെ തന്റെ നയങ്ങളിലൂടെ പലപ്പോഴും ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു അമേരിക്കൻ കുടിലബുദ്ധി കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 500% തീരുവ ചുമത്തണം എന്ന് വാദിച്ച രാജാവിനേക്കാൾ രാജഭക്തിയുള്ള മാന്യ മഹാനുഭവനായിരുന്നു ഈ ഗ്രഹാം എന്ന് പറയുന്ന വ്യക്തി. ഗാസ യുദ്ധത്തിൽ സമാധാനം ആഗ്രഹിച്ച US സഖ്യകക്ഷികളെ പോലും അദ്ദേഹം തന്റെ കടുത്ത നിലപാടുകളിലൂടെ ശത്രുക്കളാക്കി മാറ്റിയിരുന്നു. ചുരുക്കത്തിൽ ലോകത്തിന്റെ പല കോണുകളിലും ഗ്രഹാമിന് ശക്തരായ ശത്രുക്കളുണ്ടായിരുന്നു. ഉക്രൈനിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് ഇത്ര വേഗം എത്തിച്ചേരുക അസാധ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ യാത്രാ ഷെഡ്യൂളുകളിലെ ദുരൂഹതകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഗ്രഹാമിന്റെ വീട്ടിൽ FBI നടത്തിയ പരിശോധനകളും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന അവരുടെ ഔദ്യോഗിക പ്രതികരണവും സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഇതൊരു കൊലപാതകമാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ കണ്ടെത്താൻ എളുപ്പമല്ലാത്ത ചില ആഴത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി കൂടിയായപ്പോൾ ദുരൂഹതകളുടെ ആഴം വർദ്ധിക്കുകയാണ്. ധ്രുവീകരണ സ്വഭാവമുള്ള ഈ അമേരിക്കൻ നേതാവിന്റെ മരണം വാഷിംഗ്ടണിന് ഒരു വലിയ ഞെട്ടലാകുമ്പോൾ അമേരിക്കയുടെ അമിതാധികാരത്തെ എതിർക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതൊരു സ്വാഭാവിക തിരിച്ചടിയായിട്ടാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത്. ഇതിന് പിന്നിൽ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു വലിയ പ്രതീകമാണ് ഇവിടെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ശത്രു എത്ര വലിയവനായാലും അവരെ അവരുടെ മണ്ണിൽ ചെന്ന് വീഴ്ത്താൻ കെൽപ്പുള്ള അദൃശ്യ ശക്തികൾ ഈ ലോകത്തിൽ പതിയിരിപ്പുണ്ടെന്ന സന്ദേശമാണ് ഈ വാർത്ത ബാക്കി വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.